നമസ്കാരം. പ്രധാന വാർത്തകൾ. DTPC കെട്ടിടത്തിൽ നിന്ന് കുടുംബശ്രീ സംരംഭകരെ ഇറക്കിവിട്ടു. DTPC കെട്ടിടത്തിൽ നിന്നും കുടുംബശ്രീ സംരംഭകരെ ഇറക്കിവിട്ടതായി പരാതി. പത്തനംതിട്ട മലയാളപ്പുഴയിലാണ് സംഭവം. പാർട്ടി പത്രം വരുത്താത്തത് കാരണം ഇറക്കിവിടുകയായിരുന്നുവെന്നാണ് വനിതാ സംരംഭകർ ആരോപിക്കുന്നത്. നിലവിലുള്ള സംരംഭകരെ ഒഴിവാക്കി പുതിയ ആളുകൾക്ക് കരാർ നൽകിയെന്നും ഇവർ പറയുന്നു. അതേസമയം നിയമപരമായി ടെൻഡർ വിളിച്ച് മറ്റാളുകൾക്ക് കരാർ നൽകിയതാണെന്നും 10 വർഷമായി ഒരേ ആളുകൾക്ക് കരാർ നൽകുന്നതിൽ പ്രശ്നമുണ്ടായെന്നും DTPC പറയുന്നു. പിന്നാലെ AC ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ നിസ്സാര വിലയ്ക്ക് വിറ്റ് കെട്ടിടത്തിൽ നിന്നും സംരംഭകർ ഇറങ്ങി. ട്രെയിനിൽ നിന്ന് വീണ വീട്ടമ്മയുടെ കാൽ അറ്റുപോയ നിലയിൽ. പരവൂർ റെയിൽവേ ട്രാക്കിൽ വീട്ടമ്മയെ കാലറ്റുപോയ നിലയിൽ കണ്ടെത്തി. ചെങ്ങന്നൂർ മുളക്കുഴ പെരിങ്ങാല കുളപ്പുഴ വീട്ടിൽ വിശ്വനാഥിന്റെ ഭാര്യ രമണിയെയാണ് പരവൂർ റെയിൽവേ സ്റ്റേഷൻ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് സമീപം പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. പോലീസും റെയിൽവേ അധികൃതരും സ്ഥലത്തെത്തി രമണിയെ ആദ്യം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്തിച്ചു. ഇവരുടെ കൈവശം വർക്കല ചെങ്ങന്നൂർ റെയിൽവേ ടിക്കറ്റ് ഉണ്ടായിരുന്നു. പരവൂരിൽ സ്റ്റോപ്പില്ലാത്ത തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ ട്രെയിൻ 3-ാമത്തെ പ്ലാറ്റ്ഫോം കടന്നുപോയതിനു ശേഷമാണ് രമണിയെ ട്രാക്കിന് സമീപം കണ്ടെത്തിയത്. ട്രെയിനിൽ നിന്ന് ട്രാക്കിനും പ്ലാറ്റ്ഫോമിനും ഇടയിലേക്ക് വീണ് അപകടം പറ്റിയതാണെന്നാണ് സൂചന. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഇന്നും നാളെയും കേരളത്തിൽ പെരുമഴ. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തമിഴ്നാട് ആന്ധ്ര തീരത്തിനും അകലെയായിട്ടാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. ഇതുകൂടാതെ വടക്കൻ കേരളത്തിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം കൂടി മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മെയ് 22, 23 തീയതികളിൽ അതിതീവ്രമായ മഴയ്ക്കും മെയ് 22 മുതൽ മെയ് 24 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും മെയ് 22 മുതൽ മെയ് 25 വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. കൊല്ലങ്കോട്ട് മയക്കുവെടി വെച്ച പുലി ചത്തു. മണിക്കൂറുകളോളം കമ്പിവേലിയിൽ കുടുങ്ങിക്കിടന്ന പുലിയെ വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ മയക്കുവെടി വെച്ച് വീഴ്ത്തിയാണ് കൂട്ടിലാക്കിയത്. തുടർന്ന് നിരീക്ഷണത്തിലാക്കി ചികിത്സ നൽകി തുടങ്ങുന്നതിനിടെയാണ് പുലിക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. ഏറെ നേരം കമ്പിവേലിയിൽ കുടുങ്ങിക്കിടന്നതിനാൽ ആന്തരാവയവങ്ങളിലുണ്ടായ പരിക്കാവാം ജീവൻ നഷ്ടപ്പെടാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പുലിക്ക് കാലിനും വാലിനും വയറിനും കമ്പിവേലിയിൽ കുടുങ്ങി പരിക്കേറ്റിരുന്നു. ഏതാണ്ട് 4 വയസ്സ് പ്രായം വരുന്ന പെൺപുലിയാണ് വേലിയിൽ കുടുങ്ങിയത്. കൂടുതൽ വിവരങ്ങൾക്കായി പോസ്റ്റ്മോർട്ടം നടത്തും. നാളെയാണ് പോസ്റ്റ്മോർട്ടം നിശ്ചയിച്ചിരിക്കുന്നത്. കെജ്രിവാളിനെ കൊല്ലുമെന്ന ഭീഷണി സന്ദേശം. യുവാവ് അറസ്റ്റിൽ. അജിത് ഗോയൽ എന്ന യുവാവാണ് പിടിയിലായത്. ഇയാൾ രജൌരി ഗാർഡൻ മെട്രോ സ്റ്റേഷനിൽ ഭീഷണി മുദ്രാവാക്യങ്ങൾ എഴുതുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. മെട്രോ കോച്ചിനകത്തും അങ്കിത് ഗോയൽ ഭീഷണി മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്നു. BJPയുമായി ബന്ധമുള്ളവരാണ് മെട്രോ സ്റ്റേഷനിൽ ഭീഷണി മുദ്രാവാക്യം എഴുതിയത് എന്നായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ആരോപണം. ഇത് സംബന്ധിച്ചുള്ള പരാതി പാർട്ടി പോലീസിന് നൽകിയിരുന്നു. സംഭവത്തിൽ AAP തുടർച്ചയായി വാർത്താ സമ്മേളനങ്ങളും നടത്തിയിരുന്നു. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് അങ്കിത് ഗോയൽ അറസ്റ്റിലായത്. ഇയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലമടക്കം അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു.